കണിക്കൊന്ന ഇല്ലാണ്ട് എന്ത് വിഷു? ഒറിജിനൽ ലെവലിൽ ആർട്ടിഫിഷ്യൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ബായോ ദേ ഇത്രയും സാധനങ്ങളാണ് അതിന് വേണ്ടത്. നമ്മൾ യെല്ലോ കളറിലെ ഷീറ്റ് പേപ്പർ ദേ ഈ ഒരു കർവ് ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചെടുക്കുക. എക്സ്പേർട്ട് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വെട്ടിയെടുത്താൽ മതി. എന്നിട്ട് ദേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുരുട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു പൂമ്പൊടി പോലെ വെക്കാനായിട്ട് നമ്മൾ യെല്ലോ ഗ്രീൻ ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് ദേ ഇങ്ങനെ മടക്കി കൊടുത്തു. കമ്പി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തു. എന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ ഗ്രീൻ കളറിലെ പോളൻ ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക, കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഓരോ ഇതിൽ വീതം നമുക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം കണിക്കൊന്നയുടെ ആ ഒരു ഇങ്ങനെ കണിക്കൊന്നയുടെ ഇതളുകളെന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ചിതറി പോലെ കിടക്കുന്നതല്ല, അതേപോലെ തന്നെ നമ്മൾ ഒന്ന് കെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ലീഫ് വെച്ച് കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് നോട്ടിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബഡ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ലീഫ് തന്നെ മടക്കി ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു മൊട്ട് പോലെ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടേപ്പ് കൊണ്ട് ക്രേപ്പ് പേപ്പറിന് ടേപ്പ് കൊണ്ടിട്ട് നമ്മൾ സ്റ്റെമ്മിനൊക്കെ അത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടുകളും പൂവുകളും എല്ലാം കൂടെ കൂട്ടി നമുക്കുള്ളൊരു കൊല പോലെ ആക്കിയെടുക്കുക. കൊല പോലെ ആക്കിയെടുക്കുമ്പോൾ ഈ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന പൂക്കളുടെ നീട്ടത്തിനനുസരിച്ചും അതിൻ്റെ പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ചും നമ്മൾ സെറ്റാക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ കുറച്ച് മുട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറിജിനാലിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് എന്നിട്ട് നമ്മൾ വലുപ്പത്തിനനുസരിച്ച് ഓരോന്നും ഫിറ്റ് ചെയ്ത് ചുരുട്ടി എടുക്കുക. ചുരുട്ടുമ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന കമ്പി കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ജസ്റ്റ് പാടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കമ്പി എടുത്താൽ അത്രയും നല്ലത്. അങ്ങനെ നമ്മൾ വലുപ്പത്തിനനുസരിച്ച് ഓരോ പൂക്കളും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പൂവൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അവസാനത്തെ പൂവും സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ കണിക്കൊന്നയുടെ അവസാനത്തെ ഔട്ട്ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.